നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ്സിലോ ഓക്കെ ഏതെങ്കിലും റീറ്റെയിൽ റിലേറ്റഡ് ബിസിനസ്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന സിനാരിയോ ആണ്. ദിസ് ദ സിനാരിയോസ് ദാറ്റ് യു ആർ ഗോയിങ് ടു സീ ഓവർ ദെയർ. അവിടെ കാണുന്ന സിനാരിയോസ് ആണ് കേട്ടോ. സോ വി ആർ ഗോയിങ് ടു സോൾവ് ഇറ്റ്. ഇതാണ് ചോദ്യം. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഓക്കെ ഡെയിലി സെയിൽ ട്രാക്ക് ചെയ്യുമ്പോൾ ദേ ഹാവ് ഗോട്ട് മോർ ദാൻ 500 പ്രൊഡക്ട്സ് are there. ഏകദേശം മോർ ദാൻ 500 പ്രൊഡക്ട്സ് are there. അതും 10 ബ്രാഞ്ചിലായിട്ടാണ് പ്രൊഡക്ട്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് എൻ ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് വരുന്ന ഇത് അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കിട്ടിയ ടാസ്ക് ആണ്. 10 ബ്രാഞ്ചിലായിട്ടാണ്. അപ്പം യുനോ ഇപ്പം ഇത്രയും ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് റീഓർഡർ എത്ര ക്വാണ്ടിറ്റി വരുമ്പോഴാണ് റീഓർഡർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഷീറ്റ് ഉണ്ടാക്കണം. ഹൗ ക്യാൻ യു ഡു ദാറ്റ്? അതാണ് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം. നമ്മളിവിടെ 4 ഹെഡിങ് ഉണ്ടാക്കാൻ പോവാണ്. ടോപ്പിൽ 4 ഹെഡിങ്. ഒന്ന് പ്രൊഡക്റ്റ്. ഓക്കെ, കുറച്ചുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സൂം ചെയ്യട്ടെ. രണ്ടാമത് വാട്ട് വി വാണ്ട് ടു നോ ഈസ്, ഇത് കണ്ടില്ലേ നിങ്ങളിപ്പോൾ അമൂൽ മിൽക്ക് നോക്കിയേ, ഇത് നോക്കിയേ, ഈ ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇത് കാര്യം ഇത് 10 ബ്രാഞ്ചിലായിട്ട്. ഞാനിപ്പോൾ ഒരു കൺട്രോൾ F വെച്ചിട്ട് നമുക്ക് ഈ അമൂൽ എന്ന് പറഞ്ഞ സാധനത്തിനെ സെർച്ച് ചെയ്യാം. കണ്ടില്ലേ, അമൂൽ ബട്ടർ, അമൂൽ മിൽക്ക് പല സ്ഥലങ്ങളിലായിട്ട് വരിക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഇതിന്റെ എല്ലാം ടോട്ടൽ ഒരുമിച്ചെടുക്കണം. ഹൗ ക്യാൻ വി ടേക്ക് ദിസ് ടോട്ടൽ? ഓക്കെ, സോ ലെറ്റ് മീ ഗോ. വേഗം പോയിട്ട് അപ്പൊ നമുക്ക് രണ്ടാമത് അറിയേണ്ടത് എത്ര സ്റ്റോക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഹൗ മച്ച് ടോട്ടൽ സ്റ്റോക്ക് ഈസ് ഓൾറെഡി ദെയർ. അതാണ് നമുക്ക് ഇപ്പൊ അറിയേണ്ടത്. മൂന്നാമത് നമുക്ക് അറിയേണ്ടത് ഇപ്പോഴത്തെ റീഓർഡർ ലെവൽ എത്ര ആണ്. ദാറ്റ്സ് വാട്ട് ദ തേർഡ് തിങ്. അപ്പൊ റീഓർഡർ ലെവൽ ഓൾറെഡി നമുക്ക് വേറൊരു ഷീറ്റിൽ അവർ തന്നിട്ടുണ്ട്. വി ഓൾറെഡി ഹാവ് ദ റീഓർഡർ. പക്ഷെ ഈ റീഓർഡർ ലെവൽ ഇതുമായിട്ട് മാച്ച് ചെയ്ത് വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ഓവർ ഹിയർ. ഓക്കെ, അതാണ് മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. നാലാമത് റീഓർഡർ വേണമെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റസ് കൊടുക്കണം. നമ്മളൊരു ഫോർമുല വെച്ചിട്ട് വി ഹാവ് ടു ഗീവ് എ സ്റ്റാറ്റസ്. ഓക്കെ, ദിസ് റിക്വയർസ് എ റീഓർഡർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആദ്യം പ്രൊഡക്റ്റ്. കാര്യം ഇവിടെ അമൂൽ മിൽക്ക് പല വീണ്ടും റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു തവണ ലിസ്റ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫോർമുല ആണ് ഈസ് ഈക്വൽ ടു യുണീക്ക്. കേട്ടോ, ഇതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഫംഗ്ഷൻ ആണ് യുണീക്ക്. ഫോർമുലയും ഫംഗ്ഷനും കൂടി ഞാനിപ്പം ഇതാണ് യുണീക്ക്. യുണീക്ക് എന്ന് വെച്ച് ഞാൻ ടാബ് പ്രസ് ചെയ്തിട്ട് ഓക്കെ ഏത് ഡേറ്റയിൽ നിന്നാണ് പിക്ക് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് ഡേറ്റയിൽ നിന്നാണ് പിക്ക് ചെയ്യേണ്ടത്. അല്ല, അവിടെ ഷിഫ്റ്റ് കൺട്രോൾ ആരോ പ്രസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. സി, ആ ലിസ്റ്റ് മുഴുവൻ എടുത്തു തന്നു. യുണീക്ക് കണ്ടോ. ആദ്യം ചെയ്തത് നമ്മൾ ആ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് അമൂൽ മിൽക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. അമൂൽ അല്ലേ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കണ്ടോ, അതിൽ നിന്ന് ലിസ്റ്റ് എടുത്തു വന്നു. രണ്ടാമത് നമുക്ക് അറിയേണ്ടത് സ്റ്റോക്ക് നമുക്കറിയണം. വി ഹാവ് ടു നോ ഹൗ മച്ച് സ്റ്റോക്ക് ഈസ് ദർ. അതിന് നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് സം ഇഫ്. ഓക്കെ, അപ്പൊ ആദ്യം ചോദിക്കുകയാണ് ഏത് റേഞ്ചാണ് നോക്കേണ്ടത്, ഞാൻ എവിടെ പോയിട്ടാണ് നോക്കേണ്ടത്. അതിന് നമ്മൾ പറയാണ് ഈ പ്രൊഡക്റ്റ് റേഞ്ച് ആണ് പോയി നോക്കേണ്ടത്. ഷിഫ്റ്റ് കൺട്രോൾ ആരോ നോക്കി കഴിഞ്ഞ അടി വരെയുള്ള സെലക്ട് ചെയ്യും. ഞാൻ കോമ കൊടുക്കുന്നു. ഞാൻ തിരിച്ച് ഫോർമുലയ്ക്ക് വരുന്നു. രണ്ടാമത് ചോദിക്കുകയാണ് എന്ത് ക്രൈറ്റീരിയ നോക്കേണ്ടത്. ഞാൻ പറയാണ് ഈ ക്രൈറ്റീരിയ, അമൂൽ മിൽക്ക് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ നോക്കുക. കോമ കൊടുക്കുന്നു. എന്താണ് സം ചെയ്യേണ്ടത്. ഞാൻ പറയാം നമുക്ക് സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഇതാണ് നമുക്ക് സം ചെയ്യേണ്ടത്. അതും കൺട്രോൾ ഷിഫ്റ്റ് ആരോ നമ്മൾ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ക്ലോസ് ദ ബ്രാക്കറ്റ്, എൻ്റർ. ഓക്കെ, ആ അമൂൽ മിൽക്കിന്റെ അവിടെ എന്തെല്ലാം സ്റ്റോക്ക് ഉണ്ടോ അത് ടോട്ടൽ ചെയ്ത് തന്നു. ഇനി നമ്മളിവിടെ ഒരു ചെറിയൊരു സ്ക്വയർ നിങ്ങൾക്ക് കാണാം. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ബട്ടണിൽ നമ്മുടെ സ്റ്റോക്ക് മുഴുവൻ പിക്ക് ചെയ്തു. ഇനി മൂന്നാമത് വേറൊരു ഷീറ്റിലാണ് റീഓർഡർ ലെവൽ കിടക്കുന്നത്. അല്ല, വേറൊരു ഷീറ്റിലാണ്. നമുക്ക് ഈ റീഓർഡർ ലെവൽ ഈ ഐറ്റത്തിന് എഗ്നിസ്റ്റ് ഇവിടെ കൊണ്ടുവരണം. എന്നാലേ നമുക്ക് സ്റ്റാറ്റസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ മൂന്നാമത്തെ ഫോർമുലയാണ്. ആദ്യം നമ്മൾ യുണീക്ക് യൂസ് ചെയ്തു. രണ്ടാമത് നമ്മൾ സം ഇഫ് യൂസ് ചെയ്ത് ഇത് കൊണ്ടുവരാൻ വേണ്ടി. മൂന്നാമത് റീഓർഡർ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ് എച്ച് ലുക്കപ്പ്. ഇതൊരു പവർഫുൾ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന സാധനമാണ് എച്ച് ലുക്കപ്പ്. ആദ്യം ചോദിക്കുന്നത് ലുക്കപ്പ് വാല്യൂ. എന്താണ് ലുക്കപ്പ് ചെയ്യേണ്ടത്? നമ്മൾ പറയുന്നതാണ് ഈ അമൂൽ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ലുക്കപ്പ്. ഓക്കെ, അപ്പൊ രണ്ടാമത് ചോദിക്കുന്ന കണ്ടീഷനാണ്, ചോദിക്കുകയാണ് എവിടെയാണ് ഞാൻ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ പറയാണ് ദേണ്ട് ഇവിടെ, അവിടെയാണ് റീഓർഡർ ലിസ്റ്റ് ഉള്ളത്.
ഈ ഓർഡർ ലിസ്റ്റിന്റെ അവിടെ പോയി നോക്കുക. ഓക്കെ, തിരിച്ച് നമുക്ക് ആ ഫോർമുലയിലേക്ക് വരാം. ഇവിടെ അല്ലേ ഫോർമുല ഉള്ളത്. മൂന്നാമത് ആള് ചോദിക്കുകയാണ്, ഓക്കെ ഒന്നുകൂടെ എടുക്കുകയാണ് ഞാൻ, ഈസ് ഈക്വൽ ടു എച്ച് ലുക്കപ്പ്. ഓക്കെ, എവിടെയാണ് ലുക്കപ്പ് ചെയ്യേണ്ടത്? ഇവിടെ കോമ. അറേ എവിടെയാണ് നമ്മൾ പറയാണ്, ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെയാണ്, ഇവിടെ റീഓർഡറിന്റെ ഡേറ്റയിലാണ് നമുക്ക് പോകേണ്ടത്, കോമ. ഇനി നമ്മൾ പറയാണ് എവിടെയാണ് റീഓർഡർ ലെവൽ ഉള്ളത്, അപ്പോൾ അത് മാച്ച് ചെയ്യും. മാച്ച് ചെയ്തിട്ട് ഈ റീഓർഡർ ലെവലുള്ള ഭാഗങ്ങൾ പിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നമ്മൾ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ നിൽക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. എന്നിട്ട് ഈ മുമ്പേ പറഞ്ഞോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ അമൂൽ മിൽക്ക് 1500 റീഓർഡർ. ഫൈനലി നമ്മുടെ ചോദ്യം എന്തായിരുന്നു? റീഓർഡർ ലെവൽ നമുക്ക് അറിയണമല്ലേ. അതിന് നമ്മൾ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറയുകയാണ്, ഇഫ് എന്ന് പറഞ്ഞ ഫോർമുല. ഇഫ്. ഓക്കെ, ഇതൊരു ലോജിക്കൽ ടെസ്റ്റ് ആണ്. നമ്മൾ പറയുകയാണ് ഈ സ്റ്റോക്ക് ലെവൽ ഓക്കെ റീഓർഡറിനേക്കാളും കുറവാണെങ്കിൽ ഓക്കെ എനിക്ക് നീ അപ്പം ഈ ഡബിൾ കോട്ടിൻ്റെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് കൊടുക്കുക എന്നാണ് അർത്ഥം കേട്ടോ. റീഓർഡർ എന്ന് പറയുക, കോമ. അല്ലെങ്കിൽ റീഓർഡർ വേണ്ട, ജസ്റ്റ് ഓക്കെ എന്ന് പറയാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. സോറി, നെയിം ഇവിടെ ഞാൻ ഓക്കേക്ക് ഡബിൾ കോട്ട് കൊടുത്തില്ല, അതുകൊണ്ട് ആ എറർ വന്ന്. ഓക്കെ, കൊടുത്തു, എൻ്റർ കൊടുക്കുക. സി ഇവിടെ എന്തുവാ, സ്റ്റോക്ക് റീഓർഡർ ലെവലിനേക്കാളും ഹൈ ആയതുകൊണ്ട് ഓക്കെ പറയുന്നു. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാറ്റ എടുത്തിട്ട് അല്ലേ, നമ്മൾ ഈ ഡാറ്റ എടുത്തിട്ട് ഇത്രയും ഡാറ്റ ഉണ്ട് നമുക്ക്. അതിന് ആ ഡാറ്റയുടെ സെലക്ട് ചെയ്യുക, അടിയിൽ വരെ വരിക, അതായത് ഗ്രൂപ്പിൻ്റെ അടിയിൽ വരിക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓൾട്ട് എച്ച് ഫോർ ഹോം. ഓക്കെ, നിങ്ങൾ സൈഡിൽ പോയി കഴിഞ്ഞാൽ എസ് കാണാം. ഓക്കെ, സോർട്ട് ആൻഡ് ഫിൽട്ടർ, എസ് എഫ്. ഫിൽട്ടർ നിൽക്കി ഇവിടെ സ്റ്റാറ്റസിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സെലക്ട് നിൽക്കി, റീഓർഡർ നിൽക്കി. ഹൗ വാസ് ഇറ്റ്? നമ്മൾ എത്ര നേരം എടുത്തു? എനിക്ക് തോന്നുന്നു നമ്മൾ 6 മിനിറ്റും കൊണ്ടാണ് ചെയ്തെന്ന് തോന്നുന്നു. നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു, ചെയ്യുകയും ചെയ്തു. ഇത്രയും ഒരു കമ്പനിയുടെ, വലിയൊരു കമ്പനിയുടെ യു ക്യാൻ അപ്ലൈ. നാളെ നിങ്ങൾ ആരെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് അപ്ലൈ. നാളെ തന്നെ പോയി ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. ബട്ട് വാട്ട് യു ഫീൽ? ഓക്കെ, നമ്മൾ യുണീക്ക് എന്ന് പറഞ്ഞ ഫോർമുല നമ്മൾ യൂസ് ചെയ്തു. സെക്കൻഡ്ലി വാട്ട് വി യൂസ് വാസ് സം ഇഫ്. മൂന്നാമത് എച്ച് ലുക്കപ്പ്. ആൻഡ് ഫൈനലി വി യൂസ് ഇഫ് ഫോർമുല, ഇഫ് ഫംഗ്ഷൻ. ഈ 4 ഫംഗ്ഷൻ കൊണ്ട് വി ഡിഡ് ദ റീഓർഡർ ലെവൽ. ഇനി ലെറ്റ് us ഗോ ടു ദ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തല്ലേ. ഇനി ലെറ്റ് മീ ആൻസർ ദ സെക്കൻഡ് വൺ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പിക്ക് ചെയ്യുന്നു കണ്ടോ, ഇവിടുന്ന് അത് മാച്ച് ചെയ്തു.